വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ കോൺഗ്രസിന് വൻ തിരിച്ചടി. സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ, വയനാട് DCC അധ്യക്ഷൻ ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പോലീസ് പ്രതിയേർത്ത് കഴിഞ്ഞു. ആരോപണം തെളിഞ്ഞാൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അല്ല, പാർട്ടിക്ക് അന്വേഷിക്കണമല്ലോ. പാർട്ടി അന്വേഷിക്കണത് ഇതിനകത്ത് എന്തെങ്കിലും തട്ടിപ്പുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വം ആക്കിയിരിക്കുന്നതാണോ, എന്താണ് ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി, എന്താണ്, ഇവർ കുറ്റക്കാരാണോ എന്ന് പാർട്ടി അന്വേഷിക്കുന്നത് ആഭ്യന്തര സംവിധാനമാണ്, ഡൊമസ്റ്റിക് ആയിട്ടുള്ള സംവിധാനമാണ്. അതും പോലീസ് അന്വേഷണത്തെ യാതൊരു തരത്തിലും ബാധിക്കുന്ന കാര്യമല്ല. NM വിജയന്റെ മരണത്തിന് പിന്നാലെ ഉയർന്ന ആരോപണങ്ങളിൽ IC ബാലകൃഷ്ണനെ ന്യായീകരിക്കുന്ന നിലപാടായിരുന്നു നേതാക്കൾക്ക്. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരും വയനാട്ടിൽ നിന്ന്. അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് R ശ്രീജിത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം R ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം? പാർട്ടി ഒരുപക്ഷെ പാർട്ടി വല്ലാത്ത പ്രതിരോധത്തിലായിരിക്കുകയാണല്ലോ ഇപ്പോൾ. SKN വയനാട് DCC ട്രഷറായ NM വിജയൻ്റെയും മകൻ്റെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൻ്റെ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതൃത്വത്തിലുള്ള അന്വേഷണം ഈ കുടുംബം ഉന്നയിച്ച പരാതിയുടെ എല്ലാ വശങ്ങളും പരിശോധിക്കും. ഇല്ലാത്ത നിയമനത്തിന് പാർട്ടി വാങ്ങി പണം വാങ്ങി ഈ ബാധ്യതയിലായതുകൊണ്ടാണോ ഈ NM വിജയനും മകനും ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്, അവർ മരിക്കേണ്ടി വന്നത്? ഒപ്പം തന്നെ പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ തെറ്റായ ഇടപെടൽ മൂലമാണോ ഇവർക്ക് ഈ സാമ്പത്തിക ബാധ്യത ഉണ്ടായി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. പരിശോധിച്ച് ഈ ആക്ഷേപങ്ങൾ പരാതികൾ തെറ്റാണെന്ന് തെളിഞ്ഞാൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. ഇക്കാര്യത്തിൽ പാർട്ടിയുടെ അന്വേഷണം നടക്കുന്നത് പാർട്ടിക്ക് ആഭ്യന്തരമായി ലഭിച്ച പരാതിയാണ്. പോലീസ് അന്വേഷണം സമാന്തരമായി നീങ്ങുന്നതിൽ പാർട്ടിക്ക് ഒരു എതിർപ്പുമില്ല. അത്തരത്തിൽ അന്വേഷണം മുന്നോട്ട് പോകട്ടെ, നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും സമീപനമെന്നാണ് VD സതീശൻ വ്യക്തമാക്കിയത്. എന്തായാലും ഈ കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുണ്ടായ പ്രതിച്ഛായ നഷ്ടം, പാർട്ടിക്ക് നേരെ ഉയരുന്ന ആക്ഷേപങ്ങൾ ഇതെല്ലാം ഗൗരവമായി കണക്കിലെടുക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് കോൺഗ്രസ് ഭാരവാഹി യോഗം KPC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നടക്കും. അവിടെയും ഇത്തരം കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും പാർട്ടിക്കകത്ത് ഉയർന്ന ആക്ഷേപങ്ങൾ, പരാതികൾ, അതിൽ രമ്യമായ പരിഹാരത്തിനാണ് ശ്രമിക്കുന്നത്. പാർട്ടി മൂലമാണ്, പാർട്ടിയുടെ കുഴപ്പങ്ങൾ കൊണ്ടാണ് ഈ കുടുംബത്തിന് സാമ്പത്തിക ബാധ്യതയുണ്ടായെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഇടപെടലുണ്ടാകും എന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇവിടെ നടത്തിയിരിക്കുന്നത്. R ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇനി വയനാട്ടിലേക്ക് സുർജിത്ത് അയ്യപ്പത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. സുർജിത്ത്, യഥാർത്ഥത്തിൽ ഈ പാർട്ടിക്ക് വലിയൊരു തിരിച്ചടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അന്വേഷണം നിയമം വഴിക്ക് പോകട്ടെ എന്ന് പറയുമ്പോഴും ന്യായീകരിക്കാൻ കോൺഗ്രസ് പാടുപെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും SKN, ഇനി കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലാണ്. എങ്ങനെയാണ് PP ദിവ്യയുടെ വിഷയം ഉണ്ടായത്, അതിന് സമാനമായ സ്ഥിതിയാണുള്ളത്. ഒരുപക്ഷെ അതിനേക്കാൾ ഗൗരവമായ രീതിയിലുള്ള കുറിപ്പാണ്, ആത്മഹത്യാ കുറിപ്പും കത്തുകളുമാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിലെല്ലാം തന്നെ നേതാക്കളുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ട്. ആ കത്തിൽ പേരുകൾ പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. പോലീസ് 4 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അതിൽ ഒരാൾ, പ്രതിപട്ടികയിലുള്ള ഒരാൾ നേരത്തെ മരിച്ചിരുന്നു. അങ്ങനെ 4 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, അതോടൊപ്പം തന്നെ നേരത്തെ കോൺഗ്രസിന്റെ ഭാഗമായി ഈ ക്രമക്കേടിൽ വലിയ ആരോപണ വിധേയനായ KK ഗോപിനാഥൻ